കുടുംബത്തിനൊപ്പം യാത്ര ചെയ്ത യുവാവിനെ പട്ടാപ്പകൽ വെട്ടിവീഴ്ത്തിയ കേസിലെ പ്രതികളെ പിടികൂടാതെ പോലീസ്. എറണാകുളം വൈപ്പിനിലെ സംഭവസ്ഥലത്തു നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളടക്കം വ്യക്തമായ തെളിവുകൾ ലഭിച്ച കേസിലാണ് യൂത്ത് കളി. ശരീരമാസകലം പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ്. നാടിനെ ഞെട്ടിച്ച ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മനോരമ ന്യൂസ് പുറത്തുവിട്ടു. വല്ലാർപാടം സ്വദേശി നിഖിൽ ജോസ് എന്ന യുവാവിന് നേരെയാണ് ഈ ആക്രമണം. ഭാര്യയും 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമൊത്ത് ജീപ്പിൽ വരുമ്പോൾ പിന്നാലെ എത്തിയ ബൈക്കിന് കടന്നുപോകാൻ വഴി കൊടുത്തില്ല എന്നതാണ് അക്രമികൾ ആരോപിച്ച കുറ്റം. കൊച്ചി എടവനക്കാട്ടെ ഈ പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ വാഹനം കയറ്റിയതിന് പിന്നാലെ ബൈക്കിലെത്തിയ സംഘം ആക്രമണം തുടങ്ങി. ജീപ്പിന് പിന്നിലിരുന്ന യുവാവിന് നേരെയായിരുന്നു ആദ്യം. രക്ഷിക്കാൻ നിഖിൽ ഇടപെട്ടതോടെ രംഗം വഷളായി. ആക്രമണം നിഖിലിന് നേരെയായി. പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അക്രമികൾ കത്തിയെടുത്ത് പ്രയോഗിക്കുകയായിരുന്നു. ആദ്യ വെട്ടം മുതുകിലേറ്റു. പിന്നാലെ കൈയിലും ഒടുവിൽ മുഖത്തും കൂടി സാരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചാണ് അക്രമി സംഘം പിൻവാങ്ങിയത്. പിഞ്ചുകുഞ്ഞിനെയും എടുത്തോടി ഭാര്യ സഹായത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും ഭയന്ന നാട്ടുകാരെല്ലാം കാഴ്ചക്കാരായി നിന്നതേയുള്ളൂ. വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി ഞാറക്കൽ പോലീസ് കേസെടുത്തു. എന്നാൽ ഇതുവരെ ഒരറസ്റ്റ് പോലുമില്ല. നിഖിലിന്റെ ഭാര്യയെ കൂടാതെ പെട്രോൾ പമ്പ് ജീവനക്കാരും ദൃക്സാക്ഷികളായി മൊഴി നൽകി. പ്രതികളെത്തിയ ബൈക്ക് നമ്പർ സഹിതം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു. അക്രമത്തിനിടെ സ്ഥലത്തെത്തി പ്രതികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച യുവാവിൽ നിന്നും വിവരം ലഭിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും 4 ദിവസം എത്തിയിട്ടും ഒന്നും ചെയ്യാൻ പോലീസിനായിട്ടില്ല. ക്യാമറാമാൻ കനൽ ലാലിനൊപ്പം അനിൽ ഇമാനുവൽ, മനോരമ ന്യൂസ്, കൊച്ചി.